നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി തറക്കല്ലിട്ട സ്കൂൾ കെട്ടിട നിർമ്മാണം ആരംഭിക്കാതെ മുടങ്ങിക്കിടക്കുന്നു. 2021 ഫെബ്രുവരിയിലാണ് പീരുമേട് CPM സ്കൂളിന്റെ കെട്ടിടം മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. 2021 ഫെബ്രുവരി 18 മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച സ്കൂൾ കെട്ടിടമാണ് നിർമ്മാണം തുടങ്ങാതെ മുടങ്ങിക്കിടക്കുന്നത്. 11.5 കോടിയുടെ ഭരണാനുമതി ലഭിച്ച കെട്ടിട നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അനുമതിയോടുകൂടി PWD മണ്ണ് പരിശോധനയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി. എന്നാൽ 2021 നവംബറിൽ ജില്ലാ ജിയോളജിസ്റ്റ് സ്ഥലത്തെത്തി പ്രദേശത്തെ കെട്ടിടം പണിക്ക് അനുയോജ്യമല്ലെന്ന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് പണികൾ നിർത്തിവെക്കുകയാണുണ്ടായത്. ഈ സ്ഥലത്തിന് PWD നിർമ്മാണ അനുമതി നൽകിയ സ്ഥലമാണ്. കൂടാതെ സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുവാൻ അനുയോജ്യമായ മറ്റു സ്ഥലങ്ങളുണ്ട്. പീരുമേട് പഞ്ചായത്തിലെ സാധാരണക്കാരുടെയും തോട്ടം തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ് പീരുമേട് CPM സ്കൂൾ. അടുത്ത സ്കൂൾ വർഷമെങ്കിലും പഠനം നടത്താൻ ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളും ആവശ്യമായ ലാബും അനുവദിച്ച് 100 വർഷം പൂർത്തിയായ ഈ സ്കൂളിനെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിലവിൽ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളാണിത്. ഇടുക്കി ജില്ലയിലെ 100 വർഷം പഴക്കമുള്ള സ്കൂളാണ് പീരുമേട് ചിദംബരം പിള്ള മെമ്മോറിയൽ സ്കൂൾ. സർക്കാർ സ്കൂളുകൾക്ക് +1, +2 ബാച്ചുകൾ അനുവദിച്ചപ്പോഴാണ് 1997 ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ 3 വിഭാഗങ്ങളാണ് ഉള്ളത്. അടുത്ത സ്കൂൾ വർഷമെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനു മാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർ ഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർ ഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.